നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ അധ്യായം 4 ജ്ഞാന കർമ്മ സന്യാസ യോഗത്തിൻ്റെ 6-ാം ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. അടുത്ത 7-ഉം 8-ഉം ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആ ശ്ലോകങ്ങൾ ചൊല്ലുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകങ്ങളാണ്. സാധാരണ ഇപ്പോൾ ആത്മീയ വഴിയിൽ പോകുന്ന അല്ലെങ്കിൽ ഭക്തിമാർഗത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മിക്ക ആൾക്കാർക്കും പാരായണത്തിന് പോകുന്നവർക്ക് പ്രഭാഷണങ്ങൾ പോകുന്നതിനെല്ലാം എടുത്തുപയോഗിക്കുന്ന 2 ശ്ലോകങ്ങളാണ്. ഉദാഹരണങ്ങൾ പറഞ്ഞ് എടുത്തുപയോഗിക്കുന്ന 2 ശ്ലോകങ്ങൾ എല്ലാവർക്കും സുപരിചിതമായ 2 ശ്ലോകങ്ങളാണ്. നമുക്ക് നോക്കാം. ശ്ലോകം 7. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അടുത്ത ശ്ലോകം 8. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്താ ശരിയല്ലേ? ഈ ശ്ലോകങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാണാതെ അറിയാം, നോക്കാതെ ചൊല്ലാനറിയാം. ഇത്രയ്ക്ക് വിശേഷപ്പെട്ട ശ്ലോകങ്ങളാണ്. ഓരോ കാര്യങ്ങൾക്കായി പലയിടത്തും പല പ്രഭാഷകരായ ആചാര്യന്മാരും എല്ലായിടത്തും ഉപയോഗിക്കുന്ന നാം ഇങ്ങനെ സ്ഥിരം കേട്ട് പരിചയമുള്ള ശ്ലോകം. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ യഥാ യഥാ ഹി ധർമ്മസ്യ 7-ാമത്തെ ശ്ലോകം. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ അല്ലയോ ഭാരത, എവിടെയാണോ ധർമ്മത്തിന് നാശം സംഭവിക്കുകയും അധർമ്മത്തിന് ഉന്നതി സംഭവിക്കുകയും ചെയ്യുന്നത്, ധർമ്മത്തിന് അധപ്പതനവും അധർമ്മത്തിന് ഉയർച്ച ഉണ്ടാകുന്ന എപ്പോഴാണോ ഞാൻ ആ ലോകകല്യാണാർത്ഥം ഈശ്വര പ്രേരണയാൽ ശരീരമെടുക്കുന്നു, ആ സമയത്ത് ധർമ്മത്തിന് നാശം സംഭവിക്കുകയും അധർമ്മത്തിന് ഉയർച്ച സംഭവിക്കുന്ന സമയത്ത് ഞാൻ ലോകകല്യാണാർത്ഥം അവതാരമെടുക്കുന്നു എന്നാണ് 7-ാം ശ്ലോകത്തിൻ്റെത്. 8-ാം ശ്ലോകം നോക്കുമ്പോൾ പരിത്രാണായ സാധന തുടങ്ങുന്ന ശ്ലോകം സാധുക്കളെ രക്ഷിക്കുന്നതിനും പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത പാപികളെ നശിപ്പിക്കുന്നതിനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി യുഗങ്ങളിൽ ഞാൻ ആവിർഭവിക്കുന്നു. ഇവിടെ മുക്തിയിൽ നിന്ന് തിരിച്ചു വരാമെന്നുള്ള ചിന്ത വൈദികവും ആർഷവുമാണ്. അദ്വൈതികളുടെ ഹൃദയ സാമ്രാട്ടായ ശ്രീമദ് ശങ്കരാചാര്യർ മുക്തിയിൽ നിന്ന് തിരിച്ചുവരവുണ്ടാകുമെന്ന ബൃഹദാരണ്യ ഉപനിഷത്തിലെ ശങ്കരഭാഷ്യത്തിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. ഗോരഖ്പൂരിലെ ഗീതാ പ്രസ് 12-ാം എഡിഷനായി പ്രസിദ്ധീകരിച്ച ബൃഹദാരണ്യ ഉപനിഷത്ത് ശങ്കരഭാഷ്യത്തിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ മനസ്സിലാകും ശ്രീകൃഷ്ണൻ എങ്ങനെയുള്ള അവതാരമാണെന്ന്. ബൃഹദാരണ്യ ഉപനിഷത്തിൽ 6-ാം അധ്യായം 2-ാം ബ്രാഹ്മണത്തിൽ 15-ാം മന്ത്രത്തിന് ശ്രീ ശങ്കരാചാര്യർ എഴുതുന്ന ഭാഷ്യമാണ് നാം ശ്രദ്ധിക്കുന്നത്. ഭാഷ്യം ചൊല്ലുമ്പോൾ വളരെ വലുതാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് എന്താണെന്ന് നോക്കാം. ആ ഭാഷ്യം തുടങ്ങുന്നത് ബ്രഹ്മലോകാനീതി അധരോത്തരഭൂമിഭേദേന ഭിന്ന ഇതി ഗമ്യന്തേ ബഹുജനപ്രയോഗാത് എന്ന് തുടങ്ങി ന പുനരാഗമനഹിതേതി ശാഖാന്തരപാഠാത് എന്നവസാനിക്കുന്ന വലിയൊരു 2 സ്റ്റാൻസ് ചേരുന്ന മന്ത്രമാണത്. അതിൽ ഭഗവാൻ ശങ്കരാചാര്യർ പറയുന്നത് ബ്രഹ്മലോകാൻ എന്ന ബഹുവചനം യോഗം കാരണം ജ്ഞാതമാകുന്നത് താഴെ മുകളിൽ എന്ന ഭൂമി ഭേദം പോലെ ബ്രഹ്മലോകത്തിലും
ഭേദമുണ്ടെന്നാണ് ഉപാസനയുടെ താരതമ്യത്താലും ഈ ഭേദമുണ്ടാകുന്നതാണ്. ആ പുരുഷനാൽ ആനയിക്കപ്പെട്ടവർ ആ ബ്രഹ്മലോകങ്ങളിൽ പ്രകൃഷ്ടരായി ആകൃഷ്ടരായി അനേകം സംവത്സരങ്ങളിൽ വസിക്കുന്നു. പരാവത പ്രകൃഷ്ട സാമ സംവത്സരാനേകാൻ വസന്തി. അതായത് ബ്രഹ്മത്തിൻ്റെ അനേക കൽപ്പങ്ങളോളം അവർ വസിക്കുന്നു എന്നർത്ഥം. ബ്രഹ്മലോകത്തിൽ എത്തിയ പുരുഷന്മാർക്ക് ഈ സംസാരത്തിൽ പുനരാവൃത്തി ഉണ്ടാകുന്നില്ല. അതായത് ഈ സംസാരത്തിലേക്ക് അവർ വീണ്ടും വരികയില്ല എന്നർത്ഥം. കാരണം ഇഹ ന പുനരാവൃത്തി എന്ന ശാഖാന്തര പാഠമുണ്ട്. ഈ ശങ്കരാചാര്യത്തിന് ഒരു പൂർവപക്ഷമുണ്ട്. ആ പൂർവപക്ഷത്തിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ശങ്കരാചാര്യ തൃപ്പാദർ പറയുന്നത് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭ സുദിനം.